നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വലതുപക്ഷ കക്ഷികൾ ഒരുമിച്ചില്ലെങ്കിൽ ബ്രിട്ടൻ അടുത്ത തിരഞ്ഞെടുപ്പിൽ കൂടുതൽ ഇടത്തോട്ട് പോകുമെന്ന സൂചനകൾ ശക്തം. യുഗം നടത്തിയ അഭിപ്രായ സർവേയിൽ ജനപിന്തുണയുടെ കാര്യത്തിൽ ബ്രിട്ടനിലെ പ്രധാന രാഷ്ട്രീയ കക്ഷികൾ തമ്മിലുള്ള വോട്ട് വ്യത്യാസം കേവലം 10 പോയിന്റ്. കൺസർവേറ്റീവ് പാർട്ടിയിൽ നിന്ന് ഉന്നതരായ നേതാക്കൾ കൂറുമാറിയെത്തതിന്റെ ചലനമൊന്നും സൃഷ്ടിക്കാനാവാതെ റിഫോം UK. വലതുപക്ഷ അനുഭാവികൾക്കിടയിൽ ആശങ്ക ശക്തം. നയങ്ങൾ തമ്മിൽ വ്യത്യാസമില്ലാത്ത ഇരു പാർട്ടികളും യോജിച്ച് പ്രവർത്തിക്കണമെന്ന് മുൻ ക്യാബിനറ്റ് മിനിസ്റ്റർ സർ ജേക്കബ് റീസ്-മോഗ്. ഇംഗ്ലണ്ടിലെ സർക്കാർ ആശുപത്രികളിൽ ചികിത്സയ്ക്കുള്ള കാത്തിരിപ്പ് സമയം കുറയ്ക്കാനുള്ള പദ്ധതി അവതാളത്തിൽ. പല സ്ഥലങ്ങളിലും സ്ഥിതി മോശമാകുന്നു. രാജ്യത്തെ 129 ആശുപത്രി ട്രസ്റ്റുകളിൽ 31 എണ്ണത്തിൽ കാത്തിരിപ്പ് സമയം വർദ്ധിച്ചതായി കണക്കുകൾ. ദേശീയ തലത്തിൽ ചികിത്സ ലഭിക്കുന്നവരുടെ നിരക്ക് വലിയ തോതിൽ ഉയരാത്തത് സ്ഥിതി അതീവ ഗുരുതരമാക്കുന്നു. ചൈനയുടെ ഏറ്റവും വലിയ എംബസി നിർമ്മാണത്തിന് UK സർക്കാർ അനുമതി. എംബസി നിർമ്മിക്കുന്നത് ലണ്ടന്റെ ഹൃദയഭാഗമായ റോയൽ മിന്റ് കോർട്ടിൽ. തീരുമാനം പ്രധാനമന്ത്രി കീർ സ്റ്റാർമറുടെ ആദ്യ ചൈന സന്ദർശനത്തിനിടെ. ലണ്ടൻ നഗരകേന്ദ്രത്തിനും നിർണായക ഫൈബർ ഒപ്റ്റിക് കേബിളുകൾക്കും സമീപത്തുള്ള എംബസി നിർമ്മാണം ആശങ്ക സൃഷ്ടിക്കുന്നു. ഡൊണാൾഡ് ട്രംപിനെ കൊലപ്പെടുത്തുമെന്ന ഇറാന്റെ ഭീഷണിക്ക് മറുഭീഷണിയുമായി ട്രംപ്. താൻ കൊല്ലപ്പെട്ടാൽ ഇറാനെ പൂർണ്ണമായി നശിപ്പിക്കാൻ നിർദ്ദേശം നൽകിയതായി അമേരിക്കൻ പ്രസിഡന്റ്. ആയത്തുള്ള ഖമീനിയെ ലക്ഷ്യമാക്കി ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഉണ്ടായാൽ യുദ്ധം ഉടൻ ഉണ്ടാകുമെന്ന് ട്രംപിന് മുന്നറിയിപ്പ് നൽകി ടെഹ്റാൻ. ബംഗ്ലാദേശിൽ ആഭ്യന്തരാന്തരീക്ഷം കലുഷിതമായി തുടരുന്നു. സുരക്ഷാ ആശങ്കകൾ മുൻനിർത്തി ബംഗ്ലാദേശിലുള്ള ഇന്ത്യൻ ഉദ്യോഗസ്ഥരുടെ കുടുംബാംഗങ്ങളെയും ആശ്രിതരെയും മടക്കിയെത്തിക്കാനുള്ള തീരുമാനവുമായി ഇന്ത്യ. നീക്കം ബംഗ്ലാദേശിൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ. വിവാദ പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിച്ച മന്ത്രി സജി ചെറിയാൻ. തന്റെ പ്രസ്താവന വളച്ചൊടിച്ചതാണെങ്കിലും പ്രസ്താവനയിൽ നിർവ്യാജ്യം ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നും പിൻവലിക്കുന്നതായും മന്ത്രി. പരാമർശത്തിൽ സജി ചെറിയാനെ പിന്തുണയ്ക്കാതെ CPM. ഇടതുമുന്നണിയെ ബാധിക്കുന്ന പ്രസ്താവനയാണ് സജി ചെറിയാന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്ന CPM വിമർശനത്തിന് പിന്നാലെയാണ് മന്ത്രിയുടെ ഖേദപ്രകടനം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പോയിട്ടുണ്ടെന്ന് സ്ഥിരീകരിച്ച് കടകംപള്ളി സുരേന്ദ്രൻ. മുൻ മന്ത്രിയുമായി ബന്ധമുണ്ടെന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി പുറത്തു വന്നതിന് പിന്നാലെയാണ് കടകംപള്ളിയുടെ വെളിപ്പെടുത്തൽ. സ്വർണ്ണക്കൊള്ള കേസിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദ്വാരപാലക കേസിൽ ജാമ്യം കോടതി നൽകി. ജാമ്യം ലഭിച്ചത് കേസിൽ SITക്ക് കുറ്റപത്രം സമർപ്പിക്കാൻ സാധിക്കാത്തതിനാൽ. വാർത്തകൾ വിശദമായി. വലതുപക്ഷ കക്ഷികൾ ഒരുമിച്ചില്ലെങ്കിൽ ബ്രിട്ടൻ അടുത്ത തിരഞ്ഞെടുപ്പിൽ കൂടുതൽ ഇടത്തോട്ട് പോയേക്കാമെന്ന സൂചനകളുമായി ഏറ്റവും പുതിയ അഭിപ്രായ സർവേ ഫലം. യുഗം നടത്തിയ അഭിപ്രായ സർവേയിൽ ജനപിന്തുണയുടെ കാര്യത്തിൽ ബ്രിട്ടനിലെ പ്രധാന രാഷ്ട്രീയ കക്ഷികൾ തമ്മിലുള്ള വ്യത്യാസം കേവലം 10 പോയിന്റുകളുടെ പരിധിയിൽ നിൽക്കുന്നു. 24 പോയിന്റ് നേടി റിഫോം UK ഒന്നാം സ്ഥാനത്താണെങ്കിലും കൺസർവേറ്റീവ് പാർട്ടിയിൽ നിന്ന് ഉന്നതരായ നേതാക്കൾ കൂറുമാറിയെത്തിയതിന്റെ ചലനമൊന്നും അവർക്ക് സൃഷ്ടിക്കാനായിട്ടില്ല. ഇവിടെയാണ് റിഫോമിന്റെ സാധ്യതകൾ മങ്ങുന്നത്. ലേബർ പാർട്ടിക്ക് 19 പോയിന്റുകൾ ലഭിച്ചപ്പോൾ ലിബറൽ ഡെമോക്രാറ്റുകൾക്ക് 14, ഗ്രീൻ പാർട്ടിക്ക് 17 പോയിന്റുകൾ ലഭിച്ചു. അതായത് വളരെ സമാനമായ ചിന്താഗതിയുള്ള ഇവർ ഒരു സഖ്യമുണ്ടാക്കിയാൽ മൊത്തം വോട്ടിന്റെ 50% ഇവർക്കായിരിക്കുമെന്ന് ചുരുക്കം. ആണവായുധ പദ്ധതികളിൽ നിന്നും ബ്രിട്ടൻ പിന്മാറണമെന്നും ബ്രിട്ടനിലെ അമേരിക്കൻ സൈനിക ക്യാമ്പുകൾ നിർത്തലാക്കി സൈനികരെ തിരികെ അമേരിക്കയിലേക്ക് വിടണമെന്നും ആവശ്യപ്പെടുന്ന ഗ്രീൻസിന്റെ സാക് പൊളാൻസ്കിയെ പോലുള്ളവർക്ക് ഭരണത്തിൽ നിർണായക സ്വാധീനം ഉണ്ടാക്കാവുന്ന ഒരു സാഹചര്യമായിരിക്കും അത്. മൊത്തം ലഭിക്കുന്ന വോട്ടുകളുടെ നേരിട്ടുള്ള അനുപാതത്തിലായിരിക്കില്ല ലഭിക്കുന്ന സീറ്റുകളെങ്കിലും ഇത് വലതുപക്ഷ അനുഭാവികൾക്കിടയിൽ ആശങ്കയ്ക്ക് കാരണമായിട്ടുണ്ട്. തമ്മിലുള്ള തർക്കങ്ങൾ അവസാനിപ്പിച്ച് ഒരുമിച്ച് നിന്ന് രാജ്യത്തിന്റെ നിയന്ത്രണം തിരികെ വാങ്ങണമെന്ന ആവശ്യം ടോറികൾക്കും റിഫോമിന് മേൽ ശക്തമാകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇരു പാർട്ടികളുടെയും നയങ്ങൾ തമ്മിൽ വ്യത്യാസമില്ല എന്നാണ് കഴിഞ്ഞയാഴ്ച ഇരു കക്ഷികളും യോജിച്ച് പ്രവർത്തിക്കണമെന്നാവശ്യപ്പെട്ട മുൻ ക്യാബിനറ്റ് മിനിസ്റ്റർ സർ ജേക്കബ് റീസ്-മോഗ് ചൂണ്ടിക്കാണിക്കുന്നത്. ബ്രിട്ടനിലെ തീവ്ര വലതുപക്ഷ പാർട്ടിയായ റിഫോം UKയിലേക്ക് മറ്റു പാർട്ടികളിൽ നിന്നുള്ള നേതാക്കളുടെയും പ്രവർത്തകരുടെയും കൂറുമാറ്റം തുടരുകയാണ്. പൊതു തിരഞ്ഞെടുപ്പിന് ശേഷം തുടങ്ങിയ ഈ ഒഴുക്ക് ഇപ്പോൾ ശക്തമായിട്ടുണ്ട്. കൺസർവേറ്റീവ് പാർട്ടിയിൽ നേതൃസ്ഥാനത്തിന് വരെ മത്സരിച്ച മുൻ മന്ത്രി റോബർട്ട് ജനറിക്കും മുൻ ചാൻസലർ നദീം സഹാവിയും റിഫോം UKയിലേക്ക് ചേർന്നത് വലിയ രാഷ്ട്രീയ ചർച്ചയാവുകയാണ്. കൺസർവേറ്റീവ് പാർട്ടിക്ക് പ്രസക്തി നഷ്ടപ്പെട്ടുവെന്ന നൈജൽ ഫരാജിന്റെ വാദത്തെ ഇത് ശക്തിപ്പെടുത്തുന്നതാണ്. ഇതുവരെ ഭരണപരിചയമുള്ള നേതാക്കളില്ല എന്നായിരുന്നു റിഫോം UKക്കെതിരെ ലേബറും ടോറികളും ഉന്നയിച്ച പ്രധാന വിമർശനം. പാർട്ടി വെറും ജനക്കൂട്ടമാണെന്നും ഓൺലൈൻ അംഗത്വം ഉപയോഗിച്ച് അംഗസംഖ്യ ഉയർത്തിക്കാട്ടുകയാണെന്നും അവർ ആരോപിച്ചിരുന്നു. എന്നാൽ മുൻ ചാൻസലറും മന്ത്രിമാരും MP-മാരും പാർട്ടിയിലേക്ക് വരുന്നതോടെ ഈ വിമർശനം നിലനിൽക്കാത്ത അവസ്ഥയിലാണ്. ഭാവിയിൽ അധികാരത്തിലെത്തിയാൽ മന്ത്രിസ്ഥാനങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയും പല നേതാക്കളെയും ആകർഷിക്കുന്നുണ്ട്.
ലേബർ പാർട്ടിയിൽ നിന്ന് പ്രമുഖ നേതാക്കൾ ഇനിയും മാറിയിട്ടില്ല എങ്കിലും പ്രവർത്തകരുടെ കൊഴിഞ്ഞുപോക്ക് തുടരുകയാണ്. ലേബർ സർക്കാരിന്റെ നികുതി വർധനയും കുടിയേറ്റ വിഷയത്തിലെ അനിശ്ചിത നിലപാടുകളും പലരെയും നിരാശരാക്കിയിട്ടുണ്ട്. ഈ സാഹചര്യം ഉപയോഗിച്ച് ലേബർ പാർട്ടിയിലും കടന്നുകയറാനാണ് റിഫോം യുകെയുടെ ശ്രമം. അതേസമയം നിരാശരായ യുവാക്കളെ ആകർഷിക്കാൻ സൗജന്യ ബസ് യാത്ര പോലുള്ള വാഗ്ദാനങ്ങളുമായി ഗ്രീൻ പാർട്ടിയും രംഗത്തുണ്ട്. ബ്രിട്ടനിലെ രാഷ്ട്രീയ മാറ്റങ്ങൾ യുകെ മലയാളികളെ നേരിട്ട് ബാധിക്കുന്നതാണ്. കുടിയേറ്റ നയങ്ങളിലും നികുതി കാര്യങ്ങളിലും മാറ്റം വന്നാൽ ജോലി, താമസം, വിസ, സാഹചര്യം എന്നിവയിൽ സ്വാധീനമുണ്ടാകുമെന്ന ആശങ്ക മലയാളികൾക്കുണ്ട്. അതിനാൽ റിഫോം യുകെയുടെ ഉയർച്ചയും പ്രധാന പാർട്ടികളുടെ ദുർബലതയും മലയാളികളുടെ നെഞ്ചെടുപ്പ് കൂട്ടുന്ന രാഷ്ട്രീയ സംഭവ വികാസങ്ങളാണ്. ഇംഗ്ലണ്ടിലെ സർക്കാർ ആശുപത്രികളിൽ ചികിത്സയ്ക്കുള്ള കാത്തിരിപ്പ് സമയം കുറയ്ക്കാൻ സർക്കാർ പദ്ധതി പ്രഖ്യാപിച്ചിട്ട് 1 വർഷമായി. എന്നിട്ടും പല സ്ഥലങ്ങളിലും സ്ഥിതി മോശമാകുന്നതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. രാജ്യത്തെ 129 ആശുപത്രി ട്രസ്റ്റുകളിൽ 31 എണ്ണത്തിൽ കാത്തിരിപ്പ് സമയം മുൻ വർഷത്തേക്കാൾ വർദ്ധിച്ചതായാണ് കണക്കുകൾ കാണിക്കുന്നത്. ബ്ലാക്ക്പൂൾ ഹോസ്പിറ്റൽസ് NHS ട്രസ്റ്റ്, ഈസ്റ്റ്ഷെയർ NHS ട്രസ്റ്റ്, ബാർസ്ലി ഹോസ്പിറ്റൽ NHS ഫൗണ്ടേഷൻ ട്രസ്റ്റ്, വിറ്റിംഗൺ ഹെൽത്ത്, എപ്സം ആൻഡ് സെന്റ് ഹെലിയർ NHS ട്രസ്റ്റ് എന്നിവിടങ്ങളിലാണ് പ്രധാനമായി കാത്തിരിപ്പ് സമയം കൂടിയതായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഡോക്ടർമാരുടെ കുറവ്, റെസിഡന്റ് ഡോക്ടർമാരുടെ സമരം, IT സംവിധാനങ്ങളിലെ തകരാറുകൾ എന്നിവയാണ് ഇതിന് പ്രധാന കാരണങ്ങളെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. ലങ്കാഷെയറിലെ ബ്ലാക്ക്പൂളിൽ താമസിക്കുന്ന 72 വയസ്സുള്ള മേരി വാട്ടർഹൌന്റെ അനുഭവം ഈ പ്രതിസന്ധിയുടെ വേദനാജനകമായ ചിത്രം നൽകുന്നു. ആർത്രൈറ്റിസ് രോഗബാധിതയായ മേരി ബ്ലാക്ക്പൂൾ ഹോസ്പിറ്റൽസ് NHS ട്രസ്റ്റിൽ ചികിത്സ തേടിയെങ്കിലും അവരുടെ അവസ്ഥ ഗുരുതരമായതിനു ശേഷം പരിശോധനയ്ക്കായി 8 മാസമാണ് കാത്തിരിക്കേണ്ടി വന്നത്. പിന്നീട് ഇരുകാലുകളിലും കാൽമുട്ടിലും ശസ്ത്രക്രിയ ആവശ്യമാണെന്ന് അറിയിച്ചതോടെ അവൾ ചികിത്സ ഉപേക്ഷിച്ചു. ഓരോ ഘട്ടത്തിലും നീണ്ട കാത്തിരിപ്പായിരുന്നെന്നും ഒരിക്കലും അവസാനിക്കാത്ത ക്യൂവിലാണെന്ന് തോന്നിയതായും അവർ പറഞ്ഞതായി BBC റിപ്പോർട്ട് ചെയ്തു. സമയബന്ധിത ചികിത്സ ലഭിച്ചിരുന്നെങ്കിൽ ജീവിതമേറെ മെച്ചപ്പെട്ടനെയെന്ന് ആർത്രൈറ്റിസ് UK സംഘടന ചൂണ്ടിക്കാട്ടി. ദേശീയ തലത്തിൽ 18 ആഴ്ചയ്ക്കുള്ളിൽ ചികിത്സ ലഭിക്കുന്നവരുടെ ശതമാനം ചെറിയ തോതിൽ ഉയർന്നിട്ടുണ്ടെങ്കിലും പല പ്രദേശങ്ങളുടെയും സ്ഥിതി വളരെ ഗുരുതരമാണ്. ഈസ്റ്റ് ചെഷയർ ആശുപത്രിയിൽ 18 ആഴ്ചയ്ക്കുള്ളിൽ ചികിത്സ ലഭിക്കുന്നവരുടെ ശതമാനം 61-ൽ നിന്ന് 51-ആയി കുറഞ്ഞു. വാറൻസിലും എപ്സം ആൻഡ് സെന്റ് ഹെലിയറിലും സമാന അവസ്ഥയാണ്. ഇതിന് വിപരീതമായി ഷ്രൂസ്ബറി ആൻഡ് ഡെൽസ്ഫോർഡ് NHS ട്രസ്റ്റ് കാത്തിരിപ്പ് സമയത്തിന്റെ കാര്യത്തിൽ വലിയ പുരോഗതി കൈവരിച്ചു. 2029 ലക്ഷ്യം കൈവരിക്കുമെന്ന് സർക്കാർ ആവർത്തിച്ചെങ്കിലും രോഗികൾക്ക് തുല്യവും സമയബന്ധിതവുമായ ചികിത്സ ഉറപ്പാക്കാൻ പിന്നോക്കം പോകുന്ന ആശുപത്രികളിൽ അടിയന്തര ഇടപെടൽ വേണമെന്ന ആവശ്യം ശക്തമാണ്. തന്റെ 2ാം ഭരണത്തിന്റെ 1ാം വാർഷികത്തിൽ ഡൊണാൾഡ് ട്രംപ് നൽകുന്ന സൂചന യൂറോപ്യൻ സഖ്യത്തെ എതിർത്തുകൊണ്ട് തന്നെ ഗ്രീൻലാൻഡ് വിഷയത്തിൽ മുന്നോട്ടു പോകുമെന്നാണ്. തന്റെ 1 വർഷക്കാലത്തെ ഭരണ നേട്ടങ്ങളെ കുറിച്ച് വാചാലനായ ട്രംപ് സ്റ്റാർമറോട് ആവശ്യപ്പെട്ടത് ലണ്ടനിലെ കാര്യങ്ങൾ ആദ്യം നേരെയാക്കാനായിരുന്നു. ഇന്നലെ വൈറ്റ് ഹൌസിൽ തന്റെ ഭരണ നേട്ടങ്ങൾ വിളംബരം ചെയ്യാൻ വിളിച്ചുകൂട്ടിയ പത്രസമ്മേളനത്തിൽ വെച്ചായിരുന്നു ട്രംപിന്റെ ഈ അഭിപ്രായ പ്രകടനം. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സർ കീർ സ്റ്റാർമറും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ചോദ്യത്തിനോട് പ്രതികരിക്കുകയായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ്. അവർക്ക് അവരുടെ രാജ്യത്തെ കാര്യങ്ങൾ നേരെയാക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞ ട്രംപ് ലണ്ടനിലും പാരീസിലും നിറയെ പ്രശ്നങ്ങളാണെന്നും പറഞ്ഞു. ഇരു രാജ്യങ്ങളും കുടിയേറ്റ നിമിത്തം ഗുരുതരമായ പ്രശ്നങ്ങളാണ് അനുഭവിക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടിയ ട്രംപ് ബ്രിട്ടനിലെ ഊർജ്ജക്ഷാമത്തെക്കുറിച്ചും പരാമർശിച്ചു. കാറ്റാടിപ്പാടങ്ങളുടെ പ്രവർത്തനം നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ട ട്രംപ് വടക്കൻ കടലിൽ സമ്പന്നമായുള്ള എണ്ണയും പ്രകൃതിവാതകവും കൂടുതലായി ഉപയോഗിക്കുവാനും ആവശ്യപ്പെട്ടു. ഗ്രീൻലാൻഡ് വിഷയത്തിൽ ആരെ പിണക്കിയും ഏതറ്റം വരെയും പോകാൻ തന്നെയാണ് ട്രംപ് തീരുമാനിച്ചിരിക്കുന്നത് എന്നതിന്റെ സൂചനയായിട്ടാണ് ഭൗമരാഷ്ട്രീയ നിരീക്ഷകർ ഈ വാക്കുകളെ വിലയിരുത്തുന്നത്. നിയമങ്ങളില്ലാത്ത ഒരു ലോകത്തേക്കാണ് ഇന്ന് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നായിരുന്നു ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണിന്റെ പ്രതികരണം. അന്താരാഷ്ട്ര നിയമങ്ങളെല്ലാം തന്നെ ചവിട്ടി അരയ്ക്കപ്പെടുകയാണ്. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന അവസ്ഥ സംജാതമാവുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഗ്രീൻലാൻഡുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മാക്രോൺ നടത്തിയ സ്വകാര്യ ചാറ്റിലെ ചില ഭാഗങ്ങൾ ട്രംപ് പുറത്തുവിട്ടതിനു ശേഷം വേൾഡ് എക്കണോമിക് ഫോറത്തിൽ സംസാരിക്കവെയാണ് മാക്രോൺ ഇത് പറഞ്ഞത്. അതേസമയം യൂറോപ്പിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ആവശ്യമായ ആയുധം വിന്യസിക്കാൻ യൂറോപ്പ് മടിക്കില്ല എന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഉറച്ച ശബ്ദത്തിൽ തന്നെ പറഞ്ഞു. സമാധാനത്തിന്റെയും സ്ഥിരതയുടെയും കാലത്താണ് നമ്മൾ ജീവിക്കുന്നതെങ്കിലും നാം അസമാധാനത്തിലേക്കും അസ്ഥിരതയിലേക്കും നടന്നെടുക്കുകയാണെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. താരിഫുകൾ ചുമത്തി യൂറോപ്പിനെ ദുർബലപ്പെടുത്താനുള്ള ശ്രമവും ഉപേക്ഷിക്കണമെന്ന് അദ്ദേഹം അമേരിക്കയോട് ആവശ്യപ്പെട്ടു. സിറിയയിലും ഇറാനിലുമൊക്കെ ഒരേ മനസ്സോടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഗ്രീൻലാൻഡിൽ എന്തിന് ഒരു പ്രശ്നം സൃഷ്ടിക്കണമെന്ന് നേരത്തെ മാക്രോൺ ട്രംപിനോട് ചോദിച്ചിരുന്നു. ആ ചാറ്റിന്റെ ഭാഗമായിരുന്നു ട്രംപ് തന്റെ സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലൂടെ പുറത്തുവിട്ടത്. അതിനിടയിൽ ട്രംപ് മുൻകൈയെടുത്ത് രൂപീകരിക്കുന്ന ബോർഡ് ഓഫ് പീസിലേക്കുള്ള ക്ഷണം ഫ്രാൻസ് നിരസിച്ചതിനെ തുടർന്ന് ഫ്രഞ്ച് ഷാമ്പയിനും വൈനിനും 200% താരിഫ് ചുമത്തുമെന്ന ഭീഷണി ഉയർത്തിയിരിക്കുകയാണ് ട്രംപ്. ഗാസ സമാധാന പദ്ധതിയിൽ അമേരിക്കയ്ക്കൊപ്പം പ്രവർത്തിക്കാൻ താല്പര്യമില്ല എന്നായിരുന്നു മാക്രോൺ വ്യക്തമാക്കിയത്. മാക്രോണിനെ ഇവിടെ ആർക്കാണ് ആവശ്യം? അധികം വൈകാതെ അധികാരത്തിൽ നിന്നും പുറത്തു പോകാൻ സാധ്യതയുള്ള ആളാണ് എന്നായിരുന്നു ട്രംപ് ഇതിനോട് പ്രതികരിച്ചത്. ഇതും പാശ്ചാത്യ സഖ്യത്തിൽ വിള്ളലുകൾ വീഴ്ത്താൻ തുടങ്ങിയിരിക്കുന്നു എന്നതിന്റെ സൂചനയായാണ് പാശ്ചാത്യ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ലണ്ടന്റെ ഹൃദയഭാഗമായ റോയൽ മിൻകോട്ടിൽ ചൈനയുടെ വലിയ എംബസി നിർമ്മാണത്തിൽ UK സർക്കാർ അനുമതി നൽകി. ചാരപ്രവർത്തന സാധ്യതയും ദേശീയ സുരക്ഷാ ഭീഷണിയും ചൂണ്ടിക്കാട്ടി ശക്തമായ എതിർപ്പ് ഉയർന്നിരുന്നുവെങ്കിലും രഹസ്യാന്വേഷണ ഏജൻസികളുടെ അഭിപ്രായം തേടിയ ശേഷമാണ് തീരുമാനം. ഒരേ സ്ഥലത്ത് ചൈനയുടെ എല്ലാ നയതന്ത്ര പ്രവർത്തനങ്ങളും കേന്ദ്രീകരിക്കുന്നത് സുരക്ഷയ്ക്ക് ഗുണകരമാകുമെന്നാണ് സർക്കാരിന്റെ വാദം.
പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ ഈ വർഷം ആദ്യം ചൈന സന്ദർശിക്കാൻ ഇരിക്കെയാണ് തീരുമാനം. എംബസി നിർമ്മാണം ലണ്ടൻ നഗര കേന്ദ്രത്തിനും നിർണായക ഫൈബർ ഓപ്റ്റിക് കേബിളുകൾക്കും സമീപമാണ് എന്നത് ആശങ്ക ഉയർത്തിയിരുന്നു. ഇതുവഴി യുകെയുടെ ധനകാര്യ സംവിധാനത്തിലേക്ക് ചൈന കടന്നുകയറുമെന്നായിരുന്നു വിമർശകരുടെ ആരോപണം. എന്നാൽ കേബിളുകൾക്ക് ഭീഷണി ഉണ്ടാകുമെന്നതിന് തെളിവില്ല എന്ന് ഹോം ഓഫീസ്, ഫോറിൻ ഓഫീസ് അടക്കമുള്ള സുരക്ഷാ ഏജൻസികൾ വ്യക്തമാക്കി. എല്ലാ അപകടങ്ങളും പൂർണ്ണമായും ഒഴിവാക്കാനാകില്ല എങ്കിലും ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് MI5 GSCHQ അറിയിച്ചു. എതിർകക്ഷികളും ചില ലേബർ എംപിമാരും തീരുമാനത്തെ കടുത്ത ഭാഷയിൽ വിമർശിച്ചു. ചൈനയോട് അടുപ്പം കാണിക്കുന്നതിന്റെ ഭാഗമായാണ് സർക്കാർ ഇളവ് നൽകിയെന്ന ആരോപണമാണ് ഉയരുന്നത്. 20,000 ചതുരശ്ര മീറ്റർ വിസ്തൃതിയുള്ള ഈ എംബസി യൂറോപ്പിലെ ഏറ്റവും വലിയ ചൈനീസ് എംബസിയായിരിക്കും. 2018 259 മില്യൺ വാങ്ങിയ സ്ഥലത്തെ പദ്ധതി മുൻപ് തദ്ദേശ ഭരണകൂടം തള്ളിയിരുന്നെങ്കിലും പിന്നീട് സർക്കാർ നേരിട്ട് ഇടപെട്ടാണ് അനുമതി നൽകിയത്. ചൈനയിൽ യുകെയുടെ എംബസി പുനർനിർമ്മാണത്തിന് ഇപ്പോഴും അനുമതി കാത്തിരിക്കുന്ന സാഹചര്യവും തീരുമാനത്തിന് പിന്നിലുണ്ടെന്ന വിലയിരുത്തലുണ്ട്. ഇറാനെതിരായി നിലപാടെടുത്താൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കൊലപ്പെടുത്തുമെന്ന ഭീഷണിക്ക് മറുഭീഷണിയുമായി ട്രംപ്. താൻ കൊല്ലപ്പെട്ടാൽ അതിൽ ഇറാനാണ് ഉത്തരവാദികളെന്ന് കണ്ടെത്തിയാൽ അവരെ പൂർണ്ണമായി നശിപ്പിക്കാൻ നിർദ്ദേശം നൽകിയതായി ട്രംപ് വെളിപ്പെടുത്തി. ഇറാനുമായുള്ള സംഘർഷം വീണ്ടും രൂക്ഷമായതിനിടയിലാണ് ട്രംപിന്റെ ഈ പരാമർശങ്ങൾ. തനിക്കെതിരെ വധശ്രമം നടന്നാൽ ഇറാനെതിരെ ശക്തമായി തിരിച്ചടിക്കണമെന്ന് ഉപദേഷ്ടാക്കൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് ട്രംപ് ആവർത്തിച്ചു. എന്ത് സംഭവിച്ചാലും അവരെ ഈ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കാനുള്ള ശക്തമായ നിർദ്ദേശം ഞാൻ നൽകിയിട്ടുണ്ടെന്ന് ന്യൂസ് നേഷന്റെ കാറ്റി പബ്ലിഷ് ടുനൈറ്റ് എന്ന പരിപാടിയിൽ ട്രംപ് പറഞ്ഞു. താൻ വധിക്കപ്പെടാനുള്ള സാധ്യതകളുമായി ഈ നിർദ്ദേശം പ്രത്യേകമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെന്നും പ്രസിഡന്റ് പറഞ്ഞു. ഈ പ്രതികരണങ്ങൾ US ഇറാൻ ബന്ധത്തിലെ വഷളായ സാഹചര്യങ്ങൾക്ക് ആക്കം കൂട്ടുന്നു. ടെഹ്റാനെതിരെ പരമാവധി സമ്മർദ്ദം പുനഃസ്ഥാപിക്കുന്ന ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിൽ ഒപ്പുവെക്കുന്നതിനിടെ അദ്ദേഹം റിപ്പോർട്ടർമാരോട് പറഞ്ഞു. അങ്ങനെ സംഭവിച്ചാൽ ഒന്നും അവശേഷിക്കില്ല. എന്റെ നിർദ്ദേശങ്ങൾ ഞാൻ നൽകിയിട്ടുണ്ട്. അവർ ആ നിർദ്ദേശങ്ങൾ അനുസരിച്ചാൽ പിന്നെ ഒന്നും അവശേഷിക്കില്ല എന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. US ഭരണഘടനാ പ്രകാരം പ്രസിഡന്റ് വധിക്കപ്പെട്ടാൽ വൈസ് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കും. എന്നാൽ മുൻഗാമിയുടെ ഏതെങ്കിലും നിർദ്ദേശങ്ങളിൽ അദ്ദേഹം നിയമപരമായ ഉത്തരവാദിത്തം ഉണ്ടായിരിക്കില്ല. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനിയെ ലക്ഷ്യമാക്കി ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനിടെ ടെഹ്റാൻ ചൊവ്വാഴ്ച US പ്രസിഡന്റിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഖമേനിയുടെ 4 പതിറ്റാണ്ട് നീണ്ട ഭരണം അവസാനിപ്പിക്കണമെന്ന് ട്രംപ് പരസ്യമായി ആവശ്യപ്പെട്ടതിന് പിന്നാലെയായിരുന്നു ഇത്. നമ്മുടെ നേതാവിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള അധിനിവേശം ഉണ്ടായാൽ ഞങ്ങൾ ആ കൈ വെട്ടിമാറ്റുക മാത്രമല്ല അവരുടെ ലോകം ഞങ്ങൾ കത്തിച്ചു കളയുകയും ചെയ്യുമെന്ന് ട്രംപിന് അറിയാമെന്ന് ഇറാനിയൻ സായുധ സേനയെ പ്രതിനിധീകരിച്ച അബോൾ ഫാഷൽ ഷെക്കാർഷിപ്പ് പറഞ്ഞു. മനുഷ്യ ബഹിരാകാശ യാത്രയിലെ ചരിത്രപാത തുറന്ന അമേരിക്കൻ ബഹിരാകാശ യാത്രിക സുനിത വില്യംസ് നാസയിൽ നിന്ന് വിരമിച്ചു. 27 വർഷത്തെ സേവനത്തിനു ശേഷം 2025 ഡിസംബർ 27 അവർ ഔദ്യോഗികമായി വിരമിച്ചതെന്ന് നാസ അറിയിച്ചു. മനുഷ്യ ബഹിരാകാശ യാത്രയിൽ സുനിത വില്യംസ് ഒരു പാത തുറന്ന വ്യക്തിയാണ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ നേതൃത്വത്തിലൂടെയും ലോ എർത്ത് ഓർബിറ്റിലേക്കുള്ള വാണിജ്യ ദൗത്യങ്ങൾക്ക് വഴിയൊരുക്കിയതിലൂടെയും അവർ അന്വേഷണത്തിന്റെ ഭാവിയെ തന്നെ രൂപപ്പെടുത്തിയെന്ന് നാസ അഡ്മിനിസ്ട്രേറ്റർ ജാരഡ് ഐസക്മാൻ പറഞ്ഞു. ആർട്ടമിസ് ചന്ദ്രദൌത്യങ്ങൾക്കും ഭാവിയിലെ മാർസ് യാത്രകൾക്കും അടിത്തറ പാകിയ സംഭാവനകളാണ് സുനിത നൽകിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സുനിത വില്യംസ് ആകെ 608 ദിവസം ബഹിരാകാശത്ത് ചെലവഴിച്ചു. നാസയുടെ ചരിത്രത്തിൽ രണ്ടാമത്തെ ഉയർന്ന ദീർഘകാല ബഹിരാകാശ സാന്നിധ്യമാണിത്. 286 ദിവസത്തെ ഒറ്റ ദൌത്യവുമായി അമേരിക്കൻ ബഹിരാകാശ യാത്രികരിൽ 6ാമത്തെ സ്ഥാനവും അവർ പങ്കിടുന്നു. ബുച്ച് വിൽമോറിനൊപ്പമാണ് ഈ റെക്കോർഡ്. ബോയിങ് സ്റ്റാർലൈനർ സ്പേസ് എക്സ് ക്രൂ 9 ദൗത്യങ്ങളിലൂടെയായിരുന്നു ഇത്. 9 സ്പേസ് വോക്കുകളിലായി 62 മണിക്കൂർ 6 മിനിറ്റ് ബഹിരാകാശത്ത് നടന്ന സുനിത വനിതകളിൽ ഏറ്റവും കൂടുതൽ സ്പേസ് വോക്ക് സമയം രേഖപ്പെടുത്തിയ വ്യക്തിയാണ്. ആകെ കണക്കിൽ 4ാം സ്ഥാനവുമുണ്ട്. ബഹിരാകാശത്ത് മാരത്തൺ ഓടിയ ആദ്യ വ്യക്തി എന്ന റെക്കോർഡും അവരുടെ പേരിലാണ്. 2006 ഡിസംബർ സ്പേസ് ഷട്ടിൽ ഡിസ്കവറിലൂടെയായിരുന്നു സുനിതയുടെ ആദ്യ ദൗത്യം. എക്സ്പെഡിഷൻ 14, 15 ദൗത്യങ്ങളിൽ ഫ്ലൈറ്റ് എഞ്ചിനീയറായി പ്രവർത്തിച്ച അവർ ഒരേ ദൗത്യത്തിൽ 4 സ്പേസ് വോക്ക് നടത്തിയ അന്നത്തെ റെക്കോർഡും സൃഷ്ടിച്ചു. 2012 കസാഖിസ്ഥാനിലെ ബൈക്കോനൂർ കോസ്മോട്രോമിൽ നിന്ന് 127 ദിവസത്തെ ദൗത്യത്തിനായി പുറപ്പെട്ട സുനിത എക്സ്പെഡിഷൻ 33ന്റെ കമാൻഡറായും ചുമതല വഹിച്ചു. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ നിർണായക അറ്റകുറ്റപ്പണികളും സാങ്കേതിക പ്രവർത്തനങ്ങളും അവർ നേതൃത്വം നൽകി. ഏറ്റവും ഒടുവിൽ 2024 ജൂണിൽ ബോയിങ്ങിന്റെ സ്റ്റാർലൈനറിലൂടെയാണ് അവർ വീണ്ടും ബഹിരാകാശത്തേക്ക് പോയത്. എക്സ്പെഡിഷന്റെ 72ന്റെ കമാൻഡറായി സേവനമനുഷ്ഠിച്ച സുനിത 2 സ്പേസ് വോക്കുകൾ പൂർത്തിയാക്കി 2025 മാർച്ചിൽ ഭൂമിയിലേക്ക് തിരിച്ചെത്തി. ബഹിരാകാശ അന്വേഷണത്തിന്റെ പുതിയ തലമുറകൾക്ക് പ്രചോദനമായ സുനിത വില്യംസിന്റെ യാത്ര നാസയുടെ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയ അധ്യായങ്ങളിൽ ഒന്നായി തുടരുകയാണ്. US പ്രസിഡന്റ് പദവിയിൽ 2ാം ഊഴത്തിൽ 1 വർഷം തികയുന്ന വേളയിൽ തന്റെ നിലപാടുകളെ ന്യായീകരിച്ച് ഡൊണാൾഡ് ട്രംപ് തന്റെ ഭരണകൂടം പണപ്പെരുപ്പം കുറച്ചെന്നും സാമ്പത്തിക വളർച്ച വർദ്ധിപ്പിച്ചെന്നും ക്രൂരരായ കുറ്റവാളികളെ രാജ്യത്തു നിന്ന് പുറത്താക്കിയെന്നും ട്രംപ് അവകാശപ്പെട്ടു. പ്രതിസന്ധികൾക്ക് കാരണക്കാരൻ മുൻ പ്രസിഡന്റ് ജോ ബൈഡൻ ആണ് എന്ന് കുറ്റപ്പെടുത്തുകയും ചെയ്തു. അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ തിളങ്ങുകയാണ്. മുൻ ഭരണകൂടത്തിന്റെ തെറ്റായ നിലപാടുകളിൽ നിന്ന് മാറിയപ്പോൾ പണപ്പെരുപ്പം ഗണ്യമായി കുറഞ്ഞു. ഞങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ എല്ലാം കുഴപ്പത്തിലായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ പണപ്പെരുപ്പം വളരെ കുറച്ചിരിക്കുന്നു. സാമ്പത്തിക വളർച്ച അവിശ്വസനീയമാണ് എന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. 4ാം പാത GDP വളർച്ച 5% കൂടുതലാകുമെന്നും രാജ്യത്തുടനീളം ആയിരക്കണക്കിന് ഫാക്ടറികൾ നിർമ്മിക്കുമെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. ആപ്പിൾ, എൻവിഡിയ, ഫോർഡ്, ജനറൽ മോട്ടോഴ്സ്, ഹ്യൂണ്ടായി തുടങ്ങിയ പ്രധാന ആഗോള കമ്പനികളിൽ നിന്നുള്ള റെക്കോർഡ് നിക്ഷേപങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സ്റ്റോക്ക് മാർക്കറ്റുകളും പെൻഷൻ അക്കൗണ്ടുകളും റെക്കോർഡ് ഉയരത്തിലെത്തിയെന്നും തന്റെ പ്രസിഡന്റ് കാലത്ത് അമേരിക്ക
ജീവനക്കാരുടെ വരുമാനം വർദ്ധിച്ചതായും ട്രംപ് അവകാശപ്പെട്ടു. ഒരുപക്ഷെ എന്റെ പബ്ലിക് റിലേഷൻസ് ആളുകൾക്ക് മോശമായിരിക്കാം, പക്ഷേ ഞങ്ങൾ സ്വയം അത് പ്രചരിപ്പിക്കുന്നില്ല എന്ന് തന്റെ ഭരണകൂടത്തിന്റെ നേട്ടങ്ങൾ വേണ്ടത്ര പ്രചരണം നടത്താത്തതിൽ ട്രംപ് പരാതിപ്പെട്ടു. മുൻ ഭരണകൂടം അക്രമികളെ രാജ്യത്തേക്ക് പ്രവേശിക്കാൻ അനുവദിച്ചെന്ന് ആരോപിച്ച് വാർത്താ സമ്മേളനത്തിനിടെ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് പിടികൂടിയ വ്യക്തികളുടെ ചിത്രങ്ങൾ ഉയർത്തിക്കാട്ടി. വെനസ്വേലൻ പ്രതിപക്ഷ നേതാവ് മരിയ കൊറോണ മച്ചാഡോയുമായി പ്രവർത്തിക്കാൻ താൻ തയ്യാറാണ് എന്ന് ട്രംപ് പറഞ്ഞു. ഞങ്ങൾ അവരുമായി സംസാരിക്കുന്നുണ്ട്, ഒരുപക്ഷേ ഞങ്ങൾ അവരെ ഏതെങ്കിലും രീതിയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞേക്കും. എനിക്കത് ചെയ്യാൻ കഴിയുമെങ്കിൽ സന്തോഷമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. തന്റെ നേതൃത്വം മൂലമാണ് നാറ്റോ നിലനിൽക്കുന്നതെന്നും താൻ ഇല്ലായിരുന്നെങ്കിൽ സഖ്യം തകരുമായിരുന്നെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഗ്രീൻലാൻഡിനെ കുറിച്ചുള്ള തന്റെ പരാമർശങ്ങളോട് യൂറോപ്യൻ നേതാക്കൾ രൂക്ഷമായ രീതിയിൽ പ്രതികരിച്ചതിന് പിന്നാലെയാണ് ട്രംപിന്റെ പ്രസ്താവന. നാറ്റോയ്ക്ക് വേണ്ടി പ്രസിഡന്റ് ഡൊണാൾഡ് ജെ ട്രംപിനേക്കാൾ കൂടുതൽ പ്രവർത്തിച്ച ഒരു വ്യക്തിയോ പ്രസിഡന്റോ ഇല്ല. ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ നാറ്റോ ഉണ്ടാകുമായിരുന്നില്ല. അത് ചരിത്രത്തിൽ വെറുമൊരു ചാരക്കൂമ്പാരമായി അവശേഷിക്കുമായിരുന്നു. വ്യസനകരമാണ്, പക്ഷേ വാസ്തവം അതാണ് എന്ന് ലോക സാമ്പത്തിക ഫോറത്തിനായി സ്വിറ്റ്സർലൻഡിലേക്ക് യാത്ര തിരിക്കുന്നതിന് മുൻപ് ട്രംപ് ട്രൂ സോഷ്യലിൽ കുറിച്ചു. US പ്രസിഡന്റ് പദവിയിൽ തന്റെ രണ്ടാം ഊഴത്തിൽ ഒരു വർഷം പൂർത്തിയാക്കിയതിന്റെ ആഘോഷത്തിൽ വൈറ്റ് ഹൌസ് വാർത്താ സമ്മേളനത്തിലും ട്രംപ് ഈ ഒരു അവകാശവാദം ആവർത്തിച്ചു. സൈനിക സഖ്യത്തിനായി മറ്റേതൊരു നേതാവിനേക്കാളും താൻ അധികം ചെയ്തെന്ന് ട്രംപ് പറഞ്ഞു. പ്രതിസന്ധി ഘട്ടത്തിൽ നാറ്റോ അംഗങ്ങൾ USന്റെ സഹായത്തിനായി വരുമോ എന്നും അദ്ദേഹം സംശയം പ്രകടിപ്പിച്ചു. ഞാൻ ചെയ്തതിനേക്കാൾ കൂടുതൽ നാറ്റോയ്ക്ക് വേണ്ടി ആരും ചെയ്തിട്ടില്ല, അദ്ദേഹം പറഞ്ഞു. സഖ്യത്തെ രക്ഷിക്കാൻ US എത്തുമെങ്കിലും സമാനമായ പ്രതിബദ്ധത തിരികെ ലഭിക്കുമെന്ന കാര്യത്തിൽ തനിക്ക് ഉറപ്പില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നാറ്റോയും നമ്മെ തുല്യമായി പരിഗണിക്കണമെന്നും ട്രംപ് പറഞ്ഞു. നാം നാറ്റോയ്ക്കായി വലിയ തുക ചെലവഴിക്കുന്നു. അവരുടെ രക്ഷകരായി നമ്മൾ എത്തുമെന്ന് എനിക്കറിയാം, പക്ഷെ നമുക്ക് വേണ്ടി അവർ എത്തുമോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് എന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഗ്രീൻലാൻഡിനെ ചൊല്ലിയുള്ള ഉയർന്ന പിരിമുറുക്കങ്ങൾക്കിടെയാണ് ഈ പരാമർശങ്ങൾ വരുന്നത്. ഗ്രീൻലാൻഡിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള ട്രംപിന്റെ ആഗ്രഹം നാറ്റോ അംഗങ്ങൾ ശക്തമായി എതിർത്തിരുന്നു. ദാവോസ് യാത്രയ്ക്ക് മുന്നോടിയായി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെയും നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടയുടെയും സ്വകാര്യ ടെക്സ്റ്റ് സന്ദേശങ്ങൾ ട്രംപ് പോസ്റ്റ് ചെയ്തിരുന്നു. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 123.05 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.15 യൂറോ, ഒരു US ഡോളർ 91.56 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 107.34 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.34 US ഡോളർ, ഒരു കനേഡിയൻ ഡോളർ 66.21 ഇന്ത്യൻ രൂപ. ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷം നാഷണൽ ന്യൂസ്. നമസ്കാരം, നാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. ബംഗ്ലാദേശിൽ ആഭ്യന്തരാന്തരീക്ഷം കലുഷിതമായി തുടരുന്നതിനിടെ സുരക്ഷാ ആശങ്കകൾ മുൻനിർത്തി ബംഗ്ലാദേശിലുള്ള ഇന്ത്യൻ ഉദ്യോഗസ്ഥരുടെ കുടുംബാംഗങ്ങളെയും ആശ്രിതരെയും മടക്കിയെത്തിക്കാനുള്ള തീരുമാനവുമായി ഇന്ത്യ. ബംഗ്ലാദേശിൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് ഈ നീക്കം. സുരക്ഷാ സാഹചര്യം കണക്കിലെടുത്ത് മുൻകരുതൽ നടപടി എന്ന നിലയിൽ ഹംഗ് കമ്മീഷനിലെയും മറ്റ് സ്ഥാനങ്ങളിലെയും ഞങ്ങളുടെ ഉദ്യോഗസ്ഥരുടെ ആശ്രിതരോട് ഇന്ത്യയിലേക്ക് മടങ്ങാൻ ഞങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ PTIയോട് പറഞ്ഞു. ബംഗ്ലാദേശിലെ ദൌത്യവും മറ്റെല്ലാ ഔദ്യോഗിക പ്രവർത്തനങ്ങളും തുടരുമെന്നും ഔദ്യോഗിക വൃത്തങ്ങൾ വ്യക്തമാക്കി. എന്നാൽ ഉദ്യോഗസ്ഥരുടെ കുടുംബങ്ങൾ എപ്പോൾ തിരിച്ചെത്തിക്കുമെന്നതിനെ കുറിച്ചോ അവർ ഇന്ത്യയിലേക്ക് മടങ്ങുമോ എന്നതിനെ കുറിച്ചോ വ്യക്തതയില്ല. ധാക്കയിലെ ഹൈക്കമ്മീഷന് പുറമെ ചിറ്റഗോങ്, ഖുൽന, രാജ്ഷാഹി, സിൽഹൈറ്റ് എന്നിവിടങ്ങളിലും ഇന്ത്യക്ക് നയതന്ത്ര കാര്യാലയങ്ങളുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ തമിഴ്നാട് രാഷ്ട്രീയം കലങ്ങിമറിയുന്നു. ഇക്കുറി ത്രികോണ മത്സരത്തിന് കളമൊരുങ്ങുമെന്ന വ്യക്തമായ സാഹചര്യത്തിൽ കരുനീക്കങ്ങൾ ശക്തമാക്കി DMKയും AIADMKയും തങ്ങളുടെ മുന്നണികളുടെ നില ഭദ്രമാക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ഈ സാഹചര്യത്തിലാണ് തിരഞ്ഞെടുപ്പിൽ വൻ മുന്നേറ്റമുണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന നടൻ വിജയ് ഒറ്റപ്പെടുന്നത്. തിരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ ഇതുവരെയും ഒരു സഖ്യകക്ഷിയും ഒപ്പം ചേർക്കാൻ TVKക്ക് സാധിച്ചിട്ടില്ല. AIADMK MLA DMKയിലേക്ക് കൂറുമാറിയതാണ് തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ വാർത്ത. അണ്ണാ DMKയിൽ O പന്നീർശെൽവം പക്ഷക്കാരനായ MLA വൈദ്യലിംഗം നിയമസഭാ സ്പീക്കർക്ക് രാജിക്കത്ത് കൈമാറി. ഇദ്ദേഹം ഇന്ന് DMKയിൽ അംഗത്വമെടുക്കും. സംസ്ഥാനത്തു നിന്നുള്ള മുൻ രാജ്യസഭാംഗമായ ഇദ്ദേഹം മുൻപ് മന്ത്രി പദവിയിലും പ്രവർത്തിച്ചിരുന്നു. O പന്നീർശെൽവം പക്ഷത്തിന് വലിയ തിരിച്ചടിയാണ് വൈദ്യലിംഗത്തിന്റെ കൂറുമാറ്റം. എന്നാൽ AIADMK BJP സഖ്യവും കരുനീക്കങ്ങളിൽ പിന്നോട്ടില്ല. TTV ദിനകരനെ NDA മുന്നണിയിലേക്ക് തിരിച്ചെത്തിച്ചാണ് തങ്ങളുടെ കരുത്ത് ഇവ വർദ്ധിപ്പിച്ചത്. മറ്റന്നാൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന NDA പൊതുയോഗത്തിൽ TTV ദിനകരൻ എത്തുമെന്നാണ് ലഭിക്കുന്ന വിവരം. ഇതോടൊപ്പം വിജയകാന്തിന്റെ DMDKയും NDAയിൽ എത്തിക്കാൻ ശ്രമം നടക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി മുതിർന്ന BJP നേതാവ് പീയൂഷ് ഗോയൽ എന്ന് DMDK നേതാക്കളെ കാണും. PMK സ്ഥാപക നേതാവ് രാമദാസുമായി സംസാരിക്കാനും ഇവരെ NDA പക്ഷത്ത് എത്തിക്കാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസ്ഥാനത്തെ BJP നേതാക്കൾക്ക് നിർദ്ദേശം നൽകിയതായാണ് പുറത്തുവരുന്നത്. മകൻ അൻപുമണി NDAയിൽ ചേർന്നതോടെ DMKയുമായി സഖ്യത്തിനുള്ള ശ്രമത്തിലാണ് രാമദാസ്. ഇതോടെയാണ് വലിയ മുന്നേറ്റം പ്രതീക്ഷിച്ച് രംഗത്തിറങ്ങിയ വിജയും TVKയും ഒറ്റപ്പെടുന്നത്. സഖ്യകക്ഷികളെ കിട്ടാതെ വിജയിയുടെ പാർട്ടി ഒറ്റയ്ക്കാണ്. TTV ദിനകരനുമായി സഖ്യനീക്കം പൊളിഞ്ഞതാണ് സംസ്ഥാനത്ത് വിജയ്ക്കും TVKയ്ക്കും തിരിച്ചടിയായത്. തമിഴ്നാട് ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ 2023 സനാതന ധർമ്മത്തെക്കുറിച്ച് നടത്തിയ പരാമർശങ്ങൾ വിദ്വേഷ പ്രസംഗമാണെന്ന് മദ്രാസ് ഹൈക്കോടതി നിരീക്ഷണം. BJP നേതാവ് അമിത് മാളവ്യക്കെതിരായ FIR റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവിലാണ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ച് ഉദയനിധിക്കെതിരെ കടുത്ത പരാമർശങ്ങൾ നടത്തിയത്.
സനാതന ധർമ്മത്തെ ഉന്മൂലനം ചെയ്യണമെന്ന ഉദയനിധിയുടെ വാക്കുകൾ കേവലമായ ഒരു രാഷ്ട്രീയ വിമർശനമല്ല എന്നും അതൊരു പ്രത്യേക വിഭാഗത്തിനെതിരെയുള്ള വെറുപ്പ് പ്രചരിപ്പിക്കലാണെന്നും കോടതി വ്യക്തമാക്കി. ജസ്റ്റിസ് ശ്രീമതിയാണ് ഉദയനിധിക്കെതിരെ കടുത്ത വിമർശനങ്ങൾ ഉന്നയിച്ചത്. കഴിഞ്ഞ 100 വർഷമായി ദ്രാവിഡ കഴകവും പിന്നീട് DMK-യും ഹിന്ദുമതത്തിനെതിരെ വ്യക്തമായ ആക്രമണം നടത്തുന്നുണ്ടെന്ന് കോടതി പറഞ്ഞു. ഉദയനിധി ഇതേ പ്രത്യയശാസ്ത്ര പാരമ്പര്യത്തിൽ നിന്നുള്ളയാളാണെന്നും കോടതി കൂട്ടിച്ചേർത്തു. വെറുപ്പുളവാക്കുന്ന പ്രസംഗങ്ങൾ നടത്തുന്നവർ ശിക്ഷിക്കപ്പെടാതെ പോവുകയും അതിനോട് പ്രതികരിക്കുന്നവർ നിയമ നടപടികൾ നേരിടുകയും ചെയ്യുന്ന സാഹചര്യം വേദനാജനകമാണെന്ന് കോടതി അഭിപ്രായപ്പെട്ടു. തമിഴ്നാട്ടിൽ ഉദയനിധിക്കെതിരെ കേസുകളൊന്നും എടുക്കാത്തതിനെയും കോടതി വിമർശിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ ഒരു പ്രാവശ്യം പോയിട്ടുണ്ടെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. പോലീസ് എസ്കോർട്ടിലാണ് പോയത്. അവിടെ ഒരു ചടങ്ങ് നടക്കുന്നുണ്ടായിരുന്നുവെന്നും കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. ആ ചടങ്ങ് എന്തായിരുന്നുവെന്ന് ഓർമ്മയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കടകംപള്ളിയുമായി ബന്ധമുണ്ടെന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇക്കാര്യത്തിൽ കടകംപള്ളി മാധ്യമങ്ങളോട് വ്യക്തത വരുത്തിയത്. 2 തവണ തന്റെ വീട്ടിൽ കടകംപള്ളി സുരേന്ദ്രൻ വന്നിട്ടുണ്ടെന്നായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയത്. ഇതിൽ വ്യക്തത വരുത്തുകയായിരുന്നു അദ്ദേഹം. മറ്റേതെങ്കിലും തരത്തിലുള്ള ബന്ധം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഇല്ല എന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലെ സന്ദർശനത്തെക്കുറിച്ച് SIT ചോദിക്കാതെ തന്നെ അങ്ങോട്ട് പറഞ്ഞിരുന്നുവെന്നും കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദ്വാരപാലക കേസിൽ ജാമ്യം. നിയമപരമായ സ്വാഭാവിക നടപടിക്രമം എന്ന നിലയിലാണ് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. കേസിൽ കുറ്റപത്രം സമർപ്പിക്കാൻ SITക്ക് ഇതുവരെ സാധിച്ചില്ല. 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കാത്തതിനാലാണ് ജാമ്യം ലഭിക്കുന്നത്. കട്ടിളപ്പാളിയുമായി ബന്ധപ്പെട്ട കേസിൽ ജാമ്യം ലഭിക്കാത്തതിനാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജയിൽ മോചിതനാകാൻ സാധിക്കില്ല. ഈ കേസിൽ റിമാൻഡിൽ തുടരും. ഇടക്കാല കുറ്റപത്രം സമർപ്പിക്കാനുള്ള നടപടിക്ക് SIT ഒരുങ്ങുന്നുണ്ട്. ഹൈക്കോടതിയുമായി ഇത് സംബന്ധിച്ചുള്ള ആശയവിനിമയം നടത്തിയതായാണ് ലഭ്യമായ വിവരം. കേസിൽ ചാർജ് ഷീറ്റ് നൽകുന്ന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴേക്കും അന്വേഷണത്തിനായി കോടതി സമയം നീട്ടി നൽകിയിരുന്നു. കൂടുതലായി നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയ വിവരങ്ങൾ കൂടി അടിസ്ഥാനത്തിൽ കുറ്റപത്രം സമർപ്പിക്കാനാണ് SIT ഒരുങ്ങുന്നത്. കേസിൽ അറസ്റ്റിലായ പ്രതികൾക്ക് വിവിധ കേസുകളിലായി വിവിധ ഘട്ടങ്ങളിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. മുരാരി ബാബുവിന്റെ അറസ്റ്റ് ഒരേ സമയത്ത് രേഖപ്പെടുത്തിയതിനാലും റിമാൻഡിൽ 90 ദിവസം പൂർത്തിയായതിനാലും മുരാരി ബാബുവിന്റെ ജാമ്യ ഹർജി കോടതി പരിഗണിക്കുമെന്നാണ് സൂചന. വിവാദ പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിച്ച് മന്ത്രി സജി ചെറിയാൻ. തന്റെ പ്രസ്താവന വളച്ചൊടിച്ചതാണെങ്കിലും പ്രസ്താവനയിൽ നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നും പിൻവലിക്കുന്നതായും സജി ചെറിയാൻ വ്യക്തമാക്കി. വിശദീകരണ കുറിപ്പ് ഇറക്കിയാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. പരാമർശത്തിൽ സജി ചെറിയാനെ CPM പിന്തുണച്ചിരുന്നില്ല. ഇടതുമുന്നണിയെ ബാധിക്കുന്ന പ്രസ്താവനയാണ് സജി ചെറിയാന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്ന വികാരം CPM-നുള്ളിൽ ശക്തമായിരുന്നു. അതിനു പിന്നാലെയാണ് ഖേദപ്രകടനം. വർഗീയ ധ്രുവീകരണം ഉണ്ടായോ എന്നറിയാൻ മലപ്പുറത്തും കാസർഗോഡും ജയിച്ചവരുടെ പേരുകൾ നോക്കിയാൽ മതിയെന്നും ഇതാർക്കും മനസ്സിലാകില്ല എന്ന് കരുതരുതെന്നുമുള്ള പ്രസ്താവനയാണ് വിവാദത്തിലായത്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ വാക്കുകളെ വളച്ചൊടിച്ച ഒരു വിഭാഗത്തിനെതിരെ പറഞ്ഞു എന്ന നിലയിൽ നടത്തുന്ന പ്രചരണം എന്നെ വളരെയധികം വേദനിപ്പിക്കുന്നു. ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ സ്വീകരിച്ചതും പുലർത്തിയതുമായ മതനിരപേക്ഷമായ എന്റെ നിലപാടിനെ വ്രണപ്പെടുത്തുന്നതാണ് ഇപ്പോൾ നടക്കുന്ന പ്രചരണങ്ങൾ. വസ്തുതാവിരുദ്ധമായ മതചിന്തകൾക്ക് അതീതമായി എല്ലാ മനുഷ്യരെയും ഒരുപോലെ ജാതിമത വ്യത്യാസമില്ലാതെ സ്നേഹിക്കുകയും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന എന്റെ പൊതുജീവിതത്തെ വർഗീയതയുടെ ചേരിയിൽ നിർത്തി ചോദ്യം ചെയ്യുന്നത് ഒരിക്കലും സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല എന്നും സജി ചെറിയാൻ കുറിപ്പിൽ വ്യക്തമാക്കി. 2026 IPL-ൽ വേദിയാകാൻ സാധ്യതയുള്ള സ്റ്റേഡിയങ്ങളിൽ തിരുവനന്തപുരം കാര്യവട്ടം സ്റ്റേഡിയം ഇടം പിടിച്ചു. IPL 2026 സീസണായുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കാനിരിക്കെയാണ് മത്സരങ്ങൾ നടക്കാൻ സാധ്യതയുള്ള വേദികളുടെ പട്ടിക പുറത്തുവിട്ടത്. കേരളത്തിലെ ക്രിക്കറ്റ് ആരാധകർക്കും IPL മത്സരങ്ങൾ നേരിട്ട് കാണാൻ അവസരമുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. സാധ്യതയുള്ള 18 വേദികളിൽ ഒന്ന് തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയമാണ്. എന്നാൽ ഏത് ടീമിന്റെ മത്സരമാണ് തിരുവനന്തപുരത്ത് നടക്കുക എന്നുള്ള കാര്യം വ്യക്തമല്ല. ബാംഗ്ലൂരിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലും മത്സരങ്ങൾ നടക്കും. ചിന്നസ്വാമിയിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റ് മത്സരങ്ങളും IPL-ലും നടത്താൻ കർണാടക സ്റ്റേറ്റ് ക്രിക്കറ്റ് അസോസിയേഷന് കർണാടക സർക്കാർ അനുമതി നൽകിയിരുന്നു. കഴിഞ്ഞ വർഷത്തെ IPL വിജയാഘോഷത്തിനിടെ 11 പേർ മരിച്ച ദുരന്തം അന്വേഷിച്ച ജുഡീഷ്യൽ കമ്മീഷനും സർക്കാരും നിഷ്കർഷിക്കുന്ന വ്യവസ്ഥകൾ പ്രകാരമാണ് അനുമതി. ആൾക്കൂട്ട നിയന്ത്രണത്തിന് സ്റ്റേഡിയത്തിൽ 4.5 കോടി രൂപ ചെലവിൽ 350 AI ക്യാമറകൾ സ്ഥാപിക്കുമെന്ന് ടീം അധികൃതർ വാഗ്ദാനം ചെയ്തിരുന്നു. ഈ 2 വേദികൾക്ക് പുറമെ ചെന്നൈ, ഡൽഹി, ലക്നൌ, മുംബൈ, കൊൽക്കത്ത, അഹമ്മദാബാദ്, ഹൈദരാബാദ്, ജയ്പൂർ എന്നിങ്ങനെ ടീമുകളുടെ ഹോം ഗ്രൗണ്ടുകളെല്ലാം IPL ആവേശത്തിന് വേദിയാകും. കൂടാതെ ധരംശാല, ന്യൂ ചണ്ഡീഗഡ് എന്നീ നഗരങ്ങളും കിഴക്കൻ മേഖലയിൽ ഗുവാഹത്തി, റാഞ്ചി, റായ്പൂർ എന്നിവയും മത്സരങ്ങൾക്ക് ആതിഥ്യമരുളാൻ സാധ്യതയുള്ള വേദികളാണ്. വിശാഖപട്ടണവും പട്ടികയിലുണ്ട്. മഹാരാഷ്ട്രയിൽ മുംബൈക്ക് പുറമെ പുനെ, നവി മുംബൈ എന്നിവിടങ്ങളിലും സ്റ്റേഡിയങ്ങൾ മത്സരങ്ങൾക്കായി പരിഗണിക്കുന്നുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വലതുപക്ഷ കക്ഷികൾ ഒരുമിച്ചില്ലെങ്കിൽ ബ്രിട്ടൻ അടുത്ത തിരഞ്ഞെടുപ്പിൽ കൂടുതൽ ഇടത്തോട്ട് പോകുമെന്ന സൂചനകൾ ശക്തം. യുഗം നടത്തിയ അഭിപ്രായ സർവേയിൽ ജനപിന്തുണയുടെ കാര്യത്തിൽ ബ്രിട്ടനിലെ പ്രധാന രാഷ്ട്രീയ കക്ഷികൾ തമ്മിലുള്ള വോട്ട് വ്യത്യാസം കേവലം 10 പോയിന്റ്. കൺസർവേറ്റീവ് പാർട്ടിയിൽ നിന്ന് ഉന്നതരായ നേതാക്കൾ കൂറുമാറിയെത്തതിന്റെ ചലനമൊന്നും സൃഷ്ടിക്കാനാവാതെ റിഫോം UK. വലതുപക്ഷ അനുഭാവികൾക്കിടയിൽ ആശങ്ക ശക്തം. നയങ്ങൾ തമ്മിൽ വ്യത്യാസമില്ലാത്ത ഇരു പാർട്ടികളും യോജിച്ച് പ്രവർത്തിക്കണമെന്ന് മുൻ ക്യാബിനറ്റ് മിനിസ്റ്റർ സർ ജേക്കബ് റീസ്-മോഗ്. ഇംഗ്ലണ്ടിലെ സർക്കാർ ആശുപത്രികളിൽ ചികിത്സയ്ക്കുള്ള കാത്തിരിപ്പ് സമയം കുറയ്ക്കാനുള്ള പദ്ധതി അവതാളത്തിൽ. പല സ്ഥലങ്ങളിലും സ്ഥിതി മോശമാകുന്നു. രാജ്യത്തെ 129 ആശുപത്രി ട്രസ്റ്റുകളിൽ 31 എണ്ണത്തിൽ കാത്തിരിപ്പ് സമയം വർദ്ധിച്ചതായി കണക്കുകൾ. ദേശീയ തലത്തിൽ ചികിത്സ ലഭിക്കുന്നവരുടെ നിരക്ക് വലിയ തോതിൽ ഉയരാത്തത് സ്ഥിതി അതീവ ഗുരുതരമാക്കുന്നു.
ചൈനയുടെ ഏറ്റവും വലിയ എംബസി നിർമ്മാണത്തിന് UK സർക്കാർ അനുമതി. എംബസി നിർമ്മിക്കുന്നത് ലണ്ടന്റെ ഹൃദയഭാഗമായ റോയൽ മിൻകോട്ടിൽ. തീരുമാനം പ്രധാനമന്ത്രി കീർ സ്റ്റാർമറുടെ ആദ്യ ചൈന സന്ദർശനത്തിനിടെ. ലണ്ടൻ നഗര കേന്ദ്രത്തിനും നിർണായക ഫൈബർ ഒപ്റ്റിക് കേബിളുകൾക്കും സമീപത്തുള്ള എംബസി നിർമ്മാണം ആശങ്ക സൃഷ്ടിക്കുന്നു. ഡൊണാൾഡ് ട്രംപിനെ കൊലപ്പെടുത്തുമെന്ന ഇറാന്റെ ഭീഷണിക്ക് മറുഭീഷണിയുമായി ട്രംപ്. താൻ കൊല്ലപ്പെട്ടാൽ ഇറാനെ പൂർണ്ണമായി നശിപ്പിക്കാൻ നിർദ്ദേശം നൽകിയതായി അമേരിക്കൻ പ്രസിഡന്റ്. ആയത്തുള്ള ഖമീനിയെ ലക്ഷ്യമാക്കി ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഉണ്ടായാൽ യുദ്ധം ഉടൻ ഉണ്ടാകുമെന്ന് ട്രംപിന് മുന്നറിയിപ്പ് നൽകി ടെഹ്റാൻ. ബംഗ്ലാദേശിൽ ആഭ്യന്തരാന്തരീക്ഷം കലുഷിതമായി തുടരുന്നു. സുരക്ഷാ ആശങ്കകൾ മുൻനിർത്തി ബംഗ്ലാദേശിലുള്ള ഇന്ത്യൻ ഉദ്യോഗസ്ഥരുടെ കുടുംബാംഗങ്ങളെയും ആശ്രിതരെയും മടക്കിയെത്തിക്കാനുള്ള തീരുമാനവുമായി ഇന്ത്യ. നീക്കം ബംഗ്ലാദേശിൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ. വിവാദ പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിച്ച മന്ത്രി സജി ചെറിയാൻ. തന്റെ പ്രസ്താവന വളച്ചൊടിച്ചതാണെങ്കിലും പ്രസ്താവനയിൽ നിർവ്യാജ്യം ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നും പിൻവലിക്കുന്നതായും മന്ത്രി. പരാമർശത്തിൽ സജി ചെറിയാനെ പിന്തുണയ്ക്കാതെ CPM. ഇടതുമുന്നണിയെ ബാധിക്കുന്ന പ്രസ്താവനയാണ് സജി ചെറിയാന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്ന CPM വിമർശനത്തിന് പിന്നാലെയാണ് മന്ത്രിയുടെ ഖേദപ്രകടനം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പോയിട്ടുണ്ടെന്ന് സ്ഥിരീകരിച്ച് കടകംപള്ളി സുരേന്ദ്രൻ. മുൻ മന്ത്രിയുമായി ബന്ധമുണ്ടെന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി പുറത്തു വന്നതിന് പിന്നാലെയാണ് കടകംപള്ളിയുടെ വെളിപ്പെടുത്തൽ. സ്വർണ്ണക്കൊള്ള കേസിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദ്വാരപാലക കേസിൽ ജാമ്യം കോടതി നൽകി. ജാമ്യം ലഭിച്ചത് കേസിൽ SITക്ക് കുറ്റപത്രം സമർപ്പിക്കാൻ സാധിക്കാത്തതിനാൽ. ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി.